ഭാഗങ്ങളിൽ അനധികൃത നിർമ്മാണം നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനൊക്കെ മതിയായ സമയം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ നിയമസാധുത വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മുൻപത്തെ കീഴ്വഴക്കം അതുപോലെ തന്നെ അനുവർത്തിച്ചുകൊണ്ട് ഈ അനധികൃത നിർമ്മാണ മാഫിയ ചില ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിച്ച് വീണ്ടും നന്നായിട്ട് മുന്നോട്ട് പോയി. എല്ലാ വിവരങ്ങളും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിക്കുകയായിരുന്നു. രേഖകളൊക്കെ പരിശോധിച്ചിട്ട് ഇന്ന് മുതൽ നേരിട്ട് തന്നെ ഭരണാധികാരികളും മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇറങ്ങി അതിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുളിമൂട് ഭാഗത്തെ 1-2 സ്ഥാപനങ്ങൾ ചെന്നപ്പോഴേക്കും ഒരിടത്ത് നേരത്തെ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. എന്നിട്ടും നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയി. അവിടെ പ്രൊഫഷണൽ ഓർഡർ ഇഷ്യൂ ചെയ്തു. അടുത്ത ഘട്ടം എന്നുള്ളതിലേക്ക് തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഒരു പെർമിറ്റ് എടുക്കാതെ നിർമ്മാണം ആരംഭിച്ചു. അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇടവഴിയിൽ ഒരു ബിൽഡിങ്ങിന് അത് TC നമ്പർ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ രേഖകൾ കണ്ടില്ല. എന്നാൽ TC നമ്പർ വച്ചുകൊണ്ട് പണിയാവുന്നതിനേക്കാൾ കൂടുതൽ നിലകൾ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. 1-2 സ്ത്രീകൾ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉടമസ്ഥരോട് കോർപ്പറേഷൻ ഓഫീസിൽ ഉച്ചശേഷം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനധികൃത നിർമ്മാണം ഒരു കാരണവശാലും തിരുവനന്തപുരം പട്ടണത്തിൽ അനുവദിക്കില്ല. അനധികൃത നിർമ്മാണങ്ങൾ പെരുകുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഗതാഗത കുരുക്കുണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അടിയന്തരമായിട്ട് പരിഹരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്തിട്ടുള്ള തിരുവനന്തപുരം പട്ടണത്തിൽ ഇനി 1 സെന്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ ടീം നേരെ അടുത്തൊരു പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെയും സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കിട്ടുന്ന വിവരങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് ഏറ്റവും മുതിർന്ന ജീവനക്കാരുടെ തന്നെ ഒരു ടീം ഇടപെട്ട്, എഞ്ചിനീയർമാർ ഉൾപ്പെടെ ഇടപെട്ട് അപ്പോൾ തന്നെ എല്ലാ രേഖകളും തയ്യാറാക്കി അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആവശ്യമുള്ള സ്ഥലത്ത് പോലീസിന്റെ സേവനം ഞങ്ങൾ തേടും. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ചെയ്യാൻ ഇനിയൊരു പെർമിഷനുള്ളൂ. നഗരസഭയുടെ പെർമിറ്റില്ലാതെ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാരെ ഇറങ്ങുന്നുണ്ട്, നോക്കിയിട്ട് അതിന് സ്റ്റോപ്പ് മെമ്മോ ഏതായിരുന്നാലും ഇന്ന് ഇവിടെ ഉദ്ഘാടനമാണ്. എന്ത് ആറ്റിറ്റ്യൂഡാണ് അവരുടേന്ന് അറിയില്ല. ഇന്ന് 11ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇനി അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. 2 ദിവസത്തിന് മുന്നേ ആയിരുന്നല്ലോ ഇവിടുത്തെ ഉദ്ഘാടനം? അല്ല, ഞങ്ങൾക്ക് ഇന്നാണ്. 2 ദിവസത്തിന് മുമ്പേ അറിഞ്ഞെങ്കിലും അവധിയായിരുന്നല്ലോ. ഇന്നലെ മേയറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ഇതും വന്നത്. ഇന്ന് തന്നെ അവിടെ ഓഫീസുള്ള ദിവസം തന്നെ ഇവരുടെ റിപ്ലൈ ഇവിടെ ആരും ഒന്നും പറയാനില്ല. അതിന്റെ ലീസിനെടുത്ത ആള് വന്നിട്ടില്ല. സ്ഥലത്തിന്റെ ഓണർ എവിടെയാ താമസിക്കുന്നതാണെന്ന് പറയുന്നു. അവർക്കും അതിന്റെ ബാധകമല്ല എന്ന് പറയുവാണ്. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. വരട്ടെ, കോർപ്പറേഷനിൽ വരട്ടെ. അപ്പൊ പിന്നെ